യുവരാജ് പറയൂ. അല്ല, ഇവിടെ മാത്യു കുഴൽനാടൻ ഇന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് ഇത്രയധികം ബഹളം വെച്ചിട്ടുള്ളൊരു മറുപടി ഒന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ വരേണ്ടതില്ല. നിങ്ങളുടെ പാർട്ടിയുടെ മസിൽ പവറോ ഉൾക്കരുത്തിന്റെ പവറോ ഇനി പറ, ഞാൻ കേക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ തപശക്തിയോ ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. ആകെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ ചോദ്യം മാത്രമേ അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ. ഏതാണ്ട് 81 ലക്ഷം രൂപ റിസീവ് ചെയ്തതിനുള്ള ടാക്സ് അടച്ചതായിട്ട് കാണുന്നുണ്ട്. 1.72 കോടി രൂപ വാങ്ങിയതിന്റെ IGST അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊന്നും കാണുന്നില്ല. അത് പുറത്തു വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് കുഴൽനാടൻ ചോദിച്ചിരിക്കുന്നത്. അടച്ചിട്ടില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഈ രേഖ CPM പാർട്ടി സെക്രട്ടേറിയറ്റ് പുറത്തു വിടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഉത്തരം പറ. അതിന് പുറത്ത് വിടുമെങ്കിൽ പുറത്ത് വിടുമെന്നും, അല്ലെങ്കിൽ പുറത്ത് വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നും മാത്രമേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഇതിന്റെ അകത്ത് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കറക്റ്റ് ആണ്. ശരി, യുവരാജ് തുടങ്ങുന്നു. അല്ല, ഇതിന്റെ അല്ല റജി ലൂക്കോസ്, ഇതിന്റെ അകത്ത് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, സേവനത്തിനാണ് നികുതി അടയ്ക്കേണ്ടത്. അപ്പൊ എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സേവനം എന്താണ്? എനിക്കറിയില്ല. CMRLന്റെ ഓഫീസിലെ ലോഗരിതം ടേബിളിന്റെ കാലൊടിഞ്ഞപ്പോ മാറ്റിവെച്ചു എന്നുള്ളതായിരുന്നോ? അതോ പീരിയോഡിക് ടേബിള് പോളിഷ് ചെയ്ത് കൊടുത്തു എന്നുള്ളതായിരുന്നോ? അതോ വിൻഡോസിന്റെ ചില്ല് പൊട്ടിയപ്പോ പാളി മൊത്തമായിട്ട് മാറ്റിയിട്ട് കൊടുത്തു എന്നായിരുന്നോ? എന്തായിരുന്നു സേവനം? അതോ ഓന്തിന് പെയിന്റ് അടിച്ചു എന്നുള്ളതായിരുന്നോ? അതോ അണ്ണാറക്കണ്ണനെ മരം കയറാൻ പഠിപ്പിച്ചു എന്നുള്ളതായിരുന്നു? എന്തായിരുന്നു ഈ സേവനം? അതാണ് ഇതുവരെയും പുറത്തു വരാത്തത്. എന്താ ഉറക്കം വരുന്നു. അപ്പൊ ഒരു സേവനത്തിന് GST അടയ്ക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആ സേവനം എന്താണെന്നുള്ള കാര്യം കൂടി നമ്മൾ അതിനകത്ത് വെളിപ്പെടുത്തേണ്ടി വരില്ലേ? അങ്ങനെ ഒരു സേവനമേ അവിടെ ഉണ്ടായിട്ടില്ല. നികുതി വകുപ്പ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ പറയുന്ന അവരുടെ ഓർഡറിന്റെ 48ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഒരു സേവനവും അവർ കൊടുത്തിട്ടില്ല. പകരം ഇവരൊരു പൊളിറ്റിക്കൽ ലീഡറിന്റെ മകളായത് കൊണ്ടാണ് ഈ പറയുന്ന കാശ് കൊടുത്തിരിക്കുന്നത്. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. അവര് വളരെ സ്പെസിഫിക്കലി പൊളിറ്റിക്കൽ ലീഡറുടെ മകളെന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 48ാമത്തെ പേജിനകത്ത് അതുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ വായിക്കാം. അപ്പൊ ഇതൊരു നടത്തു പോണ മാതിരില്ല. അപ്പൊ ഇത് പിണറായി വിജയനാണെന്ന് CPM സമ്മതിച്ചിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള നേതാക്കളെല്ലാം അവര് പറയുമ്പോ അത് പിണറായി വിജയൻ അല്ല എന്ന് CPM ഇനിയിപ്പോ സമ്മതിക്കണം. ചിലപ്പോ ഇനിയിപ്പോ CPM അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് മറ്റേ തീവ്രത കുറഞ്ഞ പീഡനമൊക്കെ കണ്ടുപിടിച്ചതുപോലെ ഇതിന്റെ അകത്ത് ഇനി മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടക്കുമെന്ന് എനിക്കറിയില്ല. കാരണം CPM ആയതുകൊണ്ട് അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. എന്തായാലും നമ്മുടെ എല്ലാവരുടെ അറിവില് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന വീണ തൈക്കണ്ടിയുടെ അച്ഛൻ. അപ്പോ നമുക്ക് അങ്ങനെ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. CPM ഇനി അതിനകത്ത് മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തുന്നുണ്ടെങ്കിൽ സംഭവമാകാം. എന്തായാലും ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ. പലരും CPM-നെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ അവരുടെ ഫൈൻഡിങ്ങില് വീണ വിജയന്റെ അച്ഛനാണ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് പറയുന്ന സമയത്ത് അത് നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്താ പറയാ? ഞങ്ങൾക്ക് എന്താണ് അതിനകത്ത് മറുപടി പറയാൻ കഴിയുക? PV എന്ന കാര്യം അംഗീകരിച്ചിട്ടില്ലല്ലോ ശ്രീ റജി ലൂക്കോസ്. PV എന്ന കാര്യം CPM അംഗീകരിച്ചിട്ടില്ലല്ലോ. PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ല എന്നാണ് CPM ഇപ്പോഴും പറയുന്നത്. ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ പോലും വിളിച്ചിരുത്തിക്കൊണ്ട് അപമാനിക്കുക. അല്ല, അപമാനിക്കുന്നതിന്റെ അല്ല റജി ലൂക്കോസെ, അപമാനിക്കുന്നതിന്റെ അല്ല. ഇതിനകത്ത് വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യുക? അതിനകത്ത് ഇൻകം ടാക്സ് അതിനകത്ത് ഈ ചർച്ച ഉഴപ്പുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. പാരന്റ്സുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളത് മാപ്പ് പറയിപ്പിച്ചില്ല, പിൻവലിപ്പിച്ചില്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ശ്രീ റജി ലൂക്കോസ് ഈ ചർച്ച ഉഴപ്പുവാണ്. ലക്ഷങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പാർട്ടിയാ. ആ പാർട്ടിയെ ഇത്രയ്ക്കും വൃത്തികെട്ട അന്തസ്സില്ലാത്ത വാക്കുകൊണ്ട് വർണ്ണിച്ചു കഴിഞ്ഞാൽ
ഞാൻ ഈ പാർട്ടിൽ ഇരിക്കുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് പിന്നെ CPM കാരനായവരല്ല. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? അല്ല ഞാൻ അതിനകത്ത് എന്താ പറഞ്ഞത്? ഞാൻ എന്താ പറഞ്ഞ റജി ലൂക്കോസ്? ഞാൻ പറയുന്നത് പിണറായി വിജയനാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് പിണറായി വിജയൻ അല്ല, അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാന്നാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു പാർട്ടിനെ രജി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ലല്ല, അതിനുള്ള വിശദീകരണം നൽകി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അദ്ദേഹം വിശദീകരണം നൽകി കഴിഞ്ഞു. താങ്കൾ ചുമ്മാ വെറുതെ അല്ല. നിങ്ങളുടെ പാർട്ടി പറയുന്നത് പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്. 1 മിനിറ്റ് ഞാൻ സമയം തരും. ഞാൻ ഈ ചർച്ചയിൽ ഇറങ്ങി പോകും. താങ്കൾ അല്ല, ഉത്തരവില്ലെങ്കിൽ താങ്കൾ സ്ഥിരം കാണിക്കുന്ന പരിപാടിയാണ്. ഉത്തരവില്ലെങ്കിൽ ഒരു കാരണവശാലും അല്ല, ഉത്തരവില്ലെങ്കിൽ റജി ഒന്ന് സംസാരിക്കാൻ സമയം തരൂ. താങ്കൾ ഈ ഉഴപ്പരുത്. താങ്കൾ തുടക്കം മുതൽ തന്നെ ഇതേ തന്ത്രമാണ് വായിക്കുന്നത്. വിളിച്ചിരിക്കൊണ്ട് മഞ്ജുഷം മനഃപൂർവ്വം പർപ്പസ് ആയിട്ട് അത് കേട്ടോണ്ട് ആസ്വദിച്ചു. എന്താണെന്ന് പറയൂ, എന്താണെന്ന് പറയൂ. അന്തസ് അഭിമാനമുള്ള എന്താ ആസ്വദിച്ചു എന്നാണ് ഞാൻ എന്തായാലും തയ്യാറാത്തില്ല. അല്ല റജി ലൂക്കോസ്, ഞാൻ ഒറ്റ കാര്യം, എന്റെ ഒരൊറ്റ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. ഈ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ PV എന്ന് പറയുന്ന ആള് പിണറായി വിജയനാണോ അല്ലയോ? താങ്കളെ സമ്മതിക്കുമോ ഇല്ലയോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.